Hello everyone, welcome to Epic Learning General Knowledge class of PSC examination. PSC നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേരള നവോത്ഥാനം അല്ലെ, കേരള റിനൈസൻസ് ലീഡേഴ്സും അതുപോലെ ഈ കേരള ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും ഒക്കെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Who is known as the father of Kerala Renaissance? Who is known as father of Kerala Renaissance? കേരള നവോത്ഥാനത്തിന്റെ ഫാദർ അല്ലെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സോ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി ഡോക്ടർ പൽപു ആൻഡ് ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. Which is the right answer of this question? Father of Kerala Renaissance എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നാക്കി അറിയപ്പെടുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. The temple entry proclamation in Kerala was made in which year? Temple entry proclamation, ക്ഷേത്ര പ്രവേശന വിളംബരം. The temple entry proclamation in Kerala was made in which year? വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1932, ഓപ്ഷൻ ബി 1934, ഓപ്ഷൻ സി 1936 ആൻഡ് ഓപ്ഷൻ ഡി 1940. ഏത് വർഷത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടന്നത്? 1936. Okay, 1936 is the right answer. Next question. The famous Vagbhadananda, okay, the famous person Vagbhadananda was the founder of which movement in Kerala? Okay, which movement was founded by Vagbhadananda? Let's find out the options. Option A NSS, Nayar Service Society. Option B Atmavidya Sangham, Atmavidya Sangham. ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം, സാധുജന പരിപാലന സംഘം. ഓപ്ഷൻ ഡി യോഗക്ഷേമ സഭ, യോഗക്ഷേമ സഭ. ഏതാണ് വാഗ്ഭടാനന്ദ് അദ്ദേഹത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മൂവ്മെന്റ് ഏതാണ് വരുന്നത്? The right answer is ആത്മവിദ്യാ സംഘം അല്ലെ. ആത്മവിദ്യാ സംഘം founded by Vagbhadananda. Next one. The Malayali Memorial was presented to the Maharaja of Travancore in which year? ഇപ്പൊ തിരുവിതാംകൂറിലെ രാജാവിന് മലയാളി മെമ്മോറിയൽ ആദ്യമായി പ്രസന്റ് ചെയ്ത വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1880, 1880, 1891, 1905, 1920. ഏത് വർഷമാണ് മലയാളി മെമ്മോറിയൽ പ്രസന്റ് ചെയ്തത്? 1891, 1891. Who was the leader of Irava Memorial 1900? Who was the leader of Irava Memorial? Irava Memorial in 1900. Who was the leader? Here options are Dr. Palpu, Chattambi Swamigal, Mannathu Padmanabhan, K. Kelappan. Which is the right answer? The right answer is Dr. Palpu. Okay, Dr. Palpu ആണ് ഈഴവ മെമ്മോറിയലിന്റെ ലീഡർ ആയിട്ട് ഉണ്ടായിരുന്നത് 1900. നെക്സ്റ്റ് വൺ. The historic Punnapra Vayalar revolt, Punnapra Vayalar സമരം took place in which year? The year of Punnapra revolt, Punnapra Vayalar revolt. Options നോക്കാം. 1946, 1942, 1948 and 1950. So the right answer is 1946. Okay, 1946 ഈ പുന്നപ്ര വയലാർ റിവോൾട്ട്. ഓക്കെ, പുന്നപ്ര വയലാർ റിവോൾട്ട് വരുന്നത് 1946. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് സോഷ്യൽ റിഫോമർ ഫൗണ്ടഡ് ദ സാധുജന പരിപാലന സംഘം? സാധുജന പരിപാലന സംഘം ഫൗണ്ട് ചെയ്തത് ആരാണ്? ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഡോക്ടർ പൽപു, ചട്ടമ്പി സ്വാമികൾ. ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളി അല്ലെ. എല്ലാ പാവപ്പെട്ട ജനങ്ങളും ഒരുമിച്ച്, അങ്ങനെ ഒരു മതവും റിലീജിയനൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന, ഡൗൺ റോഡിനെ കംപ്ലീറ്റ് ഒരുമിച്ച് കൂട്ടുന്ന സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് അത് ഫോം ചെയ്തത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ. Which treaty was signed between Martanda Varma
and the Dutch after the Battle of Kulachal in 1741? 1740 കുളച്ചൽ യുദ്ധത്തിൽ അല്ലെ ദ ട്രീറ്റി ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തു. ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മ ആൻഡ് ഡച്ച്. ഓക്കെ, അത് ഏത് ട്രീറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഹിയർ 4 ഓപ്ഷൻസ് ആർ ദേർ. ഫസ്റ്റ് വൺ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. ഓക്കെ, second one treaty of Salbai, and third one treaty of Kolachal, and option D treaty of Versailles. Okay, ഏതായിരിക്കും? ട്രീറ്റി ഓഫ് കുളച്ചൽ ആണ് മാർത്താണ്ഡവർമ്മയും ഡച്ചും കൂടി 1741 സൈൻ ചെയ്തത്. യെസ്, നെക്സ്റ്റ് വൺ, the Kundara proclamation was issued by which Kerala leader? Kundara proclamation നടത്തിയ കേരള ലീഡർ ആരാണെന്നാ ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പഴശ്ശി രാജ, ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവ, ഓപ്ഷൻ സി അയ്യങ്കാളി, ആൻഡ് ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. ആരായിരിക്കും? വേലുത്തമ്പി ദളവ. ഓക്കെ, വേലുത്തമ്പി ദളവയാണ്. നെക്സ്റ്റ് വൺ, ദി ഖിലാഫത്ത് മൂവ്മെന്റ് ഇൻ കേരള വാസ് ലെഡ് ബൈ. ഖിലാഫത്ത് മൂവ്മെന്റ് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ വാഗ്ബടാനന്ദ, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി അലി മുസ്ലിയാർ, ആൻഡ് ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഏതാണ് റൈറ്റ് ആൻസർ? അലി മുസ്ലിയാർ ആണ് ഖിലാഫത്ത് മൂവ്മെന്റ് കൊണ്ടുവരുന്നത്. Okay, next one, which historical event is associated with Mapla rebellion in Kerala? Okay, which historical event is associated with Mapla rebellion? Mapla rebellion ആയിട്ട് ബന്ധപ്പെട്ട വർഷമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 1916, 1921, 1928, 1935. ഏതാണ്? 1921 മാപ്പിള കലാപം അല്ലെ. 1921 is the right answer. Okay, next one, who was the leader of salt satyagraha in Kerala? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരായിരുന്നു? കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലെ. ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി ഡോക്ടർ പൽപു, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ദ റൈറ്റ് ആൻസർ ഈസ് കെ കേളപ്പൻ. ഓക്കെ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കേരള റിനൈസൻസ് ലീഡേഴ്സും ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, താങ്ക് യു.